ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് സിനിമ കാണുന്നത്. ഇനി റിവ്യൂവിന് ആവശ്യമുണ്ട്. ലോകം മുഴുവൻ മലയാളികൾ എവിടെ ഉണ്ട് അവിടെ എല്ലാവരും ഏറ്റെടുത്ത് തീയായിരുന്നു, ഒന്നും പറയാനില്ല. ഇങ്ങനെ മോഹൻലാലിലെ ശോഭന ഒരുമിച്ച് കാണാൻ അടിപൊളിയല്ലേ? നന്നായിട്ടുണ്ട്. മോഹൻലാൽ വളരെ നന്നായിട്ടുണ്ട്. മോഹൻലാൽ അടിപൊളി. ഇപ്പോൾ കുറേ റീസെൻറ്റ് ഫിലിംസിന് ശേഷം ഒരു കംബാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്ക്രീൻ പ്ലേ അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് ഇറ്റ്സ് വെരി ഗുഡ്. അടിപൊളി, നല്ല പിക്ചർ. കുറച്ച് നാളത്തേക്ക് ശേഷം ഫാമിലി പിക്ചർ കാണുന്നത് നല്ല അടിപൊളി. അടിപൊളിയായിരുന്നു, തീയായിരുന്നു, ഒന്നും പറയാനില്ല. ഇങ്ങനെ മോഹൻലാലിലെ ശോഭന ഒരുമിച്ച് കാണാൻ അടിപൊളിയല്ലേ? 15 വർഷത്തിന് ശേഷമാണ് ഈ കോമ്പോ വീണ്ടും വരണത് തന്നെ. അപ്പൊ അടിപൊളി പടം, ഒന്നും പറയില്ല. ലാസ്റ്റ് ഇച്ചിരി ഇതായി, പക്ഷെ കുഴപ്പമില്ല. അടിപൊളി പടം എന്തായാലും. ഇത് തന്നെ നല്ല സിനിമ, സമയം പോയത് അറിഞ്ഞില്ല. സൂപ്പർ മൂവി. അതായത് പഴയ മോഹൻലാൽ നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു ഫീൽ, ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു നമ്മളൊക്കെ ജനിച്ചു വളർന്ന ആ സമയത്തുള്ള സിനിമയാണ്. ഇപ്പം അതിനുശേഷം ഇപ്പോഴാണ് നല്ല സിനിമ. നല്ലതായിരുന്നു, വളരെ നല്ല സിനിമ. എന്തോ കേൾക്കാം. നന്നായിട്ടുണ്ട്. മോഹൻലാൽ വളരെ നന്നായിട്ടുണ്ട്. പ്രകാശ് വർമ്മ വളരെ നന്നായിട്ടുണ്ട്. ആക്ച്വലി അതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലതായിരുന്നു. ശോഭനയെ കുറേ നാൾക്ക് ശേഷം കാണാൻ സാധിച്ചു. നന്നായിരുന്നു. ശോഭന വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ കൊള്ളാം. ഒരു പാട്ട് നേരത്തെ അവർ റിലീസ് ചെയ്തായിരുന്നല്ലോ, അപ്പം നല്ലതായിരുന്നു. അത് കേട്ട് പരിചയമുണ്ട്. ബാക്കിയും കൊള്ളാം. നല്ലതായിരുന്നു. നന്നായിട്ടുണ്ട്. അതെ, അവരെ കാണാനാ വന്നത്. ഇഷ്ടമായി, സിനിമ ഇഷ്ടമായി. വില്ലനും നന്നായിട്ടുണ്ട്. നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ അതെ, ഒരുപാട് ഇമോഷണലായി. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഇഷ്ടം. മ്യൂസിക് പിന്നെ വിഷ്വൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ക്രിയേറ്റീവ് അറ്റംപ്റ്റ് ആയിരുന്നു. മോഹൻലാൽ അടിപൊളി. ഇപ്പോൾ കുറേ റീസെൻറ്റ് ഫിലിംസിന് ശേഷം ഒരു കംബാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആക്ടിങ് ആണെങ്കിലും ഒട്ടും ഓവറാക്കിയിട്ടൊന്നുമില്ല. എല്ലാം സെറ്റിലായിട്ട് നൈസായിട്ടായിരുന്നു. നല്ല ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. നല്ല മേക്കിംഗ് അടിപൊളിയായിരുന്നു. ക്രിയേറ്റീവ് സൈഡ് മൊത്തം, ഡയറക്ഷൻ, സിനിമോട്ടോഗ്രാഫി, മ്യൂസിക് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. സ്ക്രീൻ പ്ലേയും കുഴപ്പമില്ല. നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള തീമാണ്, പക്ഷേ എന്നാലും മേക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അത് നൈസായിട്ട് ഇൻ്റർലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. നല്ല സൂപ്പർ. എന്താണ് ഇഷ്ടപ്പെട്ടു? മോഹൻലാലിൻ്റെ അഭിനയവും സിനിമയുടെ ഡയറക്ഷനും എല്ലാം സൂപ്പർ. നല്ല പടം. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. നല്ല പടം. നല്ല അഭിപ്രായം. പഴയ ലാലേട്ടനെ തിരിച്ചിട്ട് പോലെ തോന്നും. ആ പോലീസുകാരനാണ് ഉദ്ദേശിച്ചത്. ഒറിജിനൽ പോലീസുകാരനായിട്ട് തന്നെ തോന്നും. 100%. ആദ്യമായിട്ട് വാച്ചാണ്. മറ്റേ ആംബിയൻസ് അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട്. തിയേറ്ററിലാണ്. മോഹൻലാലിൻ്റെ സൂപ്പർ പെർഫോമൻസ് ചിത്രമായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല സ്റ്റോറിയായിരുന്നു. സൂപ്പർ. പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ പോലെ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്? ക്ലൈമാക്സ് ആയിരുന്നാലും കഥയായിരുന്നാലും ഫാമിലി സ്റ്റോറി എല്ലാം വന്നത് എല്ലാം അയച്ചു. മോഹൻലാൽ സൂപ്പർ. പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. അടിപൊളിയായിരുന്നു. രക്ഷയൊന്നും പറയാനില്ല. ഭയങ്കര എന്താ പറയുക, ഇമോഷണലി അടിപൊളി പടം. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ഗൂസ് ബംസ് വന്നത്. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. ഹലോ, ഡയലോഗ്സ് നല്ലായിരുന്നു. കോൺസെപ്റ്റ് നല്ലായിരുന്നു. പിന്നെ ഹോണർ കില്ലിംഗ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഈ പടത്തെ മൂലം പുറത്ത് തെളിയിച്ചിട്ടുണ്ട്. അത്രയും. സ്ക്രീൻ പ്ലേ അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് ഇറ്റ്സ് വെരി ഗുഡ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഇസ് വെരി ഗുഡ്. പ്രൈം ലാലേട്ടൻ ഈസ് ബാക്ക്. ഹാപ്പിയാണ്. പ്രൈം ലാലേട്ടൻ തിരിച്ചു വന്നു. എല്ലാവരും പൊളിയാണ്. നൈസായിട്ടുണ്ട്. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് സിനിമ കാണുന്നത്. ഇനി റിവ്യൂവിന് ആവശ്യമുണ്ട്. ലോകം മുഴുവൻ മലയാളികൾ എവിടെ ഉണ്ട് അവിടെ എല്ലാവരും ഏറ്റെടുത്ത്. അതൊന്നും പറയാല്ല. മോഹൻലാൽ തുടരും.